നമസ്കാരം. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവശേഷം നവജാത ശിശു മരിച്ച സംഭവത്തിൽ കൺസൾട്ടന്റ് ഡോക്ടർ ബിന്ദു സുന്ദറിനെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് സ്ഥലം മാറ്റിയതിന് പിന്നാലെ സസ്പെൻഡും ചെയ്തു. ചികിത്സാ പിഴവ് ആരോപിച്ച് കുട്ടിയുടെ കുടുംബം ശക്തമായ പ്രതിഷേധം ഉയർത്തിയതിനെ തുടർന്നാണ് ആരോഗ്യവകുപ്പിന്റെ ഈ അച്ചടക്ക നടപടി. സംഭവത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരം വിശദമായ അന്വേഷണത്തിനും ഉത്തരവിട്ടിട്ടുണ്ട്. പാലോട് സ്വദേശി നിരഞ്ജനയുടെ കുഞ്ഞാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത്. പരിശോധനയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച നിരഞ്ജനയെ രാവിലെ 4 മണിയോടെ ലേബർ റൂമിലേക്ക് മാറ്റുകയും ഉച്ചയ്ക്ക് 2 മണിയോടെ സിസേറിയന് വിധേയമാക്കുകയുമായിരുന്നു. ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്ത കുഞ്ഞ് പിന്നാലെ മരിച്ചു. ശ്വാസതടസ്സമാണ് മരണകാരണമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത്. എന്നാൽ ഗർഭിണി ഗുരുതരാവസ്ഥയിലായിട്ടും ശസ്ത്രക്രിയ മണിക്കൂറുകൾ വൈകിപ്പിച്ചു. വിവരം ബന്ധുക്കളെ അറിയിച്ചില്ല. അവസാന നിമിഷം മാത്രമാണ് ശസ്ത്രക്രിയ നടത്തിയെന്ന ഗുരുതരമായ ചികിത്സാ പിഴവ് ആരോപണങ്ങളാണ് കുടുംബം ഡോക്ടർ ബിന്ദു സുന്ദറിനെതിരെ ഉന്നയിക്കുന്നത്. ഡോക്ടറെ പുറത്താക്കുന്നതുവരെ മൃതദേഹം ഏറ്റുവാങ്ങില്ലെന്ന് കുടുംബം നിലപാടെടുത്തതോടെ ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ മുടങ്ങി. ആശുപത്രിയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ഈ മാസം 16-നാണ് നിരഞ്ജനയെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 17-ന് രാവിലെ 11 മണിയോടെ സ്വാഭാവിക പ്രസവം നടന്നില്ലെങ്കിൽ ശസ്ത്രക്രിയ നടത്താമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നതായി കുടുംബം പറയുന്നു. എന്നാൽ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണ് ശസ്ത്രക്രിയക്കായി കൊണ്ടുപോയതെന്നും ഈ കാലതാമസമാണ് കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെടുത്താൻ കാരണമെന്നുമാണ് കുടുംബത്തിന്റെ പ്രധാന ആരോപണം. ശസ്ത്രക്രിയയ്ക്ക് മുൻപ് 2 തവണയായി 10,000 രൂപ ഡോക്ടറുടെ മുറിയിൽ വെച്ച് നൽകിയതായും കുഞ്ഞിന്റെ അച്ഛൻ ആരോപിക്കുന്നുണ്ട്. ആരോപണ വിധേയയായ ഡോക്ടർ ബിന്ദു സുന്ദറിനെ നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അവധിയല്ല, ഡോക്ടറെ പുറത്താക്കുകയാണ് വേണ്ടതെന്ന നിലപാടിലാണ് കുടുംബം. ഇതുമൂലം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇന്നലെ രാത്രി വൈകിയും ആശുപത്രിയിൽ പ്രതിഷേധം അരങ്ങേറിയിരുന്നു. DMO, ആശുപത്രി സൂപ്രണ്ട് എന്നിവരെ പ്രതിഷേധക്കാർ തടയുകയും സൂപ്രണ്ടിന്റെ ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് BJP പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ചികിത്സാ വീഴ്ചയിൽ അന്വേഷണം നടത്താൻ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള 3-അംഗ ഡോക്ടർ സംഘം ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. അനസ്തേഷ്യ, ഗൈനക്കോളജി, നിയോനാറ്റൽ വിഭാഗങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാരാണ് സംഘത്തിലുള്ളത്. യുവതിക്ക് നൽകിയ ചികിത്സയിലും പ്രസവ ശസ്ത്രക്രിയയിലും ഡോക്ടർക്ക് വീഴ്ച സംഭവിച്ചോ എന്ന് സംഘം വിശദമായി പരിശോധിക്കും. ഇവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആരോഗ്യവകുപ്പിന്റെ തുടർ നടപടികൾ. കുടുംബത്തിന്റെ ശക്തമായ നിലപാടും ആശുപത്രിയിലെ പ്രതിഷേധവും കാരണം കേസിൽ കൂടുതൽ നടപടികൾ വൈകുന്ന സാഹചര്യമുണ്ട്. ഡോക്ടർക്കെതിരെ മുൻപും പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്ന ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ റീന അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ഡോക്ടറെ ജില്ലാ ആശുപത്രിയിൽ തിരികെ പ്രവേശിപ്പിക്കില്ലെന്നും അവർ വ്യക്തമാക്കി. നവജാത ശിശുവിന്റെ മരണത്തിൽ ഉയർന്നുവന്ന ഗുരുതരമായ ആരോപണങ്ങളെക്കുറിച്ചുള്ള വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഈ വിഷയത്തിൽ കൂടുതൽ നിയമ നടപടിക്ക് വഴിയൊരുക്കും. എന്തായാലും സിസ്റ്റത്തിന്റെ പരാജയം എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ അല്ലെങ്കിൽ ചർച്ച ഒതുക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല നവജാത ശിശുവിന്റെ മരണം. കേരളത്തിന്റെ ആരോഗ്യ മേഖല ലോകത്താകമാനം ശ്രദ്ധേയമാവുകയും ഏറ്റവും അധികം ചർച്ച ചെയ്യുകയും മികച്ചതായി നിലനിൽക്കുകയും ചെയ്യുന്ന ഒന്നാണ്. എന്നാൽ പല ഘട്ടങ്ങളിലും സിസ്റ്റത്തിന്റെ വീഴ്ച എന്ന രീതിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഒരു നവജാത ശിശു മരണപ്പെട്ടിരിക്കുന്നു. അത് മരണമല്ല, അത് ഡോക്ടറുടെ അനാസ്ഥ മൂലമാണെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. എന്തായാലും വിഷയത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ഡോക്ടർക്കെതിരെ കടുത്ത നടപടിയാണ് ആരോഗ്യവകുപ്പ് സ്വീകരിച്ചത്.